ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ പിതാവാം ദൈവം, അണ്ടകടാഹത്തെ മുഴുവൻ നിർമ്മിക്കുന്നവൻ, ആകാശത്തിന്റെ അറുതികളെ അറിയുന്നവൻ, ഭൂമിയുടെ ഓരോ സ്പന്ദനങ്ങളെയും അറിയുന്നവൻ, ഈ കോടാടുകോടി ജനങ്ങളുടെ ഇടയിൽ നിന്നും കേവലം യുയാക്കീമിന്റെയും അന്നയുടെയും മകളായി ജനിച്ച ഒരു പിഞ്ചു ബാലികയിൽ ദൈവത്തിന്റെ പുത്രന് ജന്മം കൊടുക്കുവാൻ തക്കവണ്ണം തന്നെ തന്നെ തിരഞ്ഞെടുക്കുവാൻ സ്വർഗം കനിഞ്ഞവളാണ് പരിശുദ്ധ അമ്മ. ആരാണ് പരിശുദ്ധ അമ്മ എന്ന് നമ്മുടെ തലമുറ നമ്മോട് ചോദിക്കുമ്പോൾ, നമ്മുടെ തലമുറയുടെ മുൻപാകെ സ്വർഗം തിരഞ്ഞെടുത്ത മാണിക്യമാണ് പരിശുദ്ധ അമ്മ എന്ന് പറഞ്ഞു കൊടുക്കുവാൻ, പുതിയ തലമുറയെ പഠിപ്പിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമ്പോൾ മാത്രമാണ് പരിശുദ്ധ അമ്മയുടെ മഹത്വം, പുത്രൻ തമ്പുരാന്റെ സന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ സ്ഥാനം, പിതാവാം ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് നമ്മുടെ തലമുറയെ പഠിപ്പിക്കണം. എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധ അമ്മ നമ്മുടെ പിതാക്കന്മാർ കണ്ട സാക്ഷ്യപ്പെട്ടകമാണ്. സാക്ഷ്യപ്പെട്ടകം ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് ഇസ്രായേൽ ജനത്തും ഇസ്രായേൽ ജനത്തിന്റെ ദൈവവും തമ്മിലുള്ള അഭേദ്യമായ ഒരു ബന്ധമായിരുന്നു. തൻ്റെ ജനം എവിടെ പോയാലും ദൈവത്തിന്റെ സാന്നിധ്യം അവരോടൊപ്പമുണ്ട് എന്നറിയിക്കുവാൻ തക്കവണ്ണം പുരോഹിതന്മാർ വഹിച്ച സാക്ഷ്യപ്പെട്ടകം. ഈ സാക്ഷ്യപ്പെട്ടകത്തിന്റെ പ്രത്യേകത മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മൾ എപ്പോഴും ചൊല്ലാറുണ്ട്. മന്ന നിക്ഷേപിച്ച ചെപ്പും അഹറോന്റെ തളിർത്ത വടിയും നിയമങ്ങൾ അടങ്ങിയ നിയമപ്പെട്ടിയും വിശുദ്ധമായ വസ്തുവിനെ മൂടുന്ന ശലോമോന്റെ റൂമാലുമാണ് ഈ സാക്ഷ്യപ്പെട്ടകത്തിന്റെ ഉള്ളിലുള്ളതെന്ന് പിതാക്കന്മാർ അവരുടെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ടും വെളിപാടിനാൽ സ്ലീഹന്മാരും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഈ സാക്ഷ്യപ്പെട്ടകം ഇസ്രായേൽ ജനത്തിന്റെ കഷ്ടതയിലും ഇസ്രായേൽ ജനത്തിന്റെ ദുഃഖത്തിലും ഇസ്രായേൽ ജനത്തിന്റെ സന്തോഷത്തിലും ഇസ്രായേൽ ജനത്തിന്റെ അനുദിന ജീവിതത്തിൽ അവരോട് കൂടെ സഞ്ചരിച്ച വലിയ ദൈവ സാന്നിധ്യമാണ് സാക്ഷ്യപ്പെട്ടകം. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയെ സാക്ഷ്യപ്പെട്ടകമായിട്ടാണ് പിതാക്കന്മാർ നമ്മുടെ മുൻപാകെ നമ്മൾക്ക് കാണിച്ചു വന്നിരിക്കുന്നത്. നമ്മുടെ കഷ്ടതയിലും നമ്മുടെ സങ്കടങ്ങളിലും നമ്മുടെ വേദനകളിലും നമ്മുടെ പ്രയാസങ്ങളിലും അമ്മേ മാതാവേ, അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളിതാ കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മളോട് പറയും, ശക്തനായവൻ നിനക്ക് വലിയ കാര്യങ്ങളെ ചെയ്തു തരും, കാരണം അവന്റെ നാമം പരിശുദ്ധം തന്നെയാണ് എന്ന് പരിശുദ്ധ അമ്മ പറയുകയാണ്. പലപ്പോഴും സങ്കടത്തോടെ ഈ പാദത്തിങ്കിലേക്ക് കടന്നു വരുമ്പോൾ അമ്മ നമ്മെ പഠിപ്പിക്കുന്ന പാഠമാണ്, കഷ്ടതയാകുന്ന കുന്തത്താൽ കുത്തേറ്റപ്പെട്ടപ്പോഴും ദൈവത്തോടുള്ള അചഞ്ചലമായ വിശ്വാസമാണ് ഇന്ന് ഭാഗ്യവതി എന്ന നാമം പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തത്. പരിശുദ്ധ അമ്മേ, ഞങ്ങൾ ഏറ്റവും തളർന്നിരിക്കുന്നു, ഞങ്ങൾ ഏറ്റവും ബുദ്ധിമുട്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മളോട് പറയും, ഈ ബുദ്ധിമുട്ടുകളാണ് നിന്നെ നിന്റെ ജീവിതത്തിൽ ശക്തീകരിക്കുന്നതെന്ന് നീ മറന്നു പോകരുത്. പരിശുദ്ധ അമ്മേ, പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുകയാണ് എന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മ സ്വന്തം ജീവിതത്തിൽ കൂടെ നമ്മളെ പഠിപ്പിക്കും, പ്രിയമുള്ള മകനെ, ഈ പ്രശ്നങ്ങളാണ് അതിൽ നിന്ന് പരിഹാരം കണ്ടെത്തി പുതിയൊരു വ്യക്തിയായി തീരാൻ നിന്നെ ഓരോ ദിവസവും പഠിപ്പിക്കുന്നതെന്ന്. വീണ്ടും നമ്മൾ പരിശുദ്ധ അമ്മയോട് പറയും, പരിശുദ്ധ അമ്മേ, അപകടങ്ങളിൽ കൂടി എത്രയോ പ്രാവശ്യം ഞങ്ങൾ കടന്നുപോയി. അപ്പോൾ പരിശുദ്ധ അമ്മ പറയും, നീ അപകടങ്ങളിൽ കൂടി കടന്നു പോയാലും ഒരു തിരമാലയും നിന്നെ മുക്കിക്കളയാതിരിപ്പാൻ എൻ്റെ പുത്രൻ നിന്റെ പടകിലുണ്ട് എന്ന് നീ മറന്നു പോകരുത്. വിശ്വാസമുണ്ടെങ്കിൽ വരുന്ന ജീവിതത്തിൻ്റെ ഏതു പ്രതിസന്ധിയും ദൈവിക പദ്ധതിയാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകുവാൻ ശക്തമായ വിശ്വാസമാണ് വേണ്ടത് എന്നാണ് പരിശുദ്ധ അമ്മ തൻ്റെ സ്വന്തം ജീവിതത്തിൽ കൂടി പഠിപ്പിക്കുന്നത്. പരിശുദ്ധ അമ്മയാകുന്ന സാക്ഷ്യപ്പെട്ടകം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മെ ശക്തിപ്പെടുത്തട്ടെ എന്ന് ഒന്നാമതായി ഓർമ്മിപ്പിക്കട്ടെ. രണ്ടാമതായി, പരിശുദ്ധ അമ്മ ഈ പെരുന്നാളിൽ നാം ആരായി തീരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നാമും സാക്ഷ്യപ്പെട്ടകങ്ങളായി ഈ ഭൂമിയിൽ മറ്റുള്ളവർക്ക്, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ സമൂഹങ്ങളിൽ മറ്റുള്ളവർക്ക് സാക്ഷ്യപ്പെട്ടകം പോലെ ദൈവിക സാന്നിധ്യത്തെ അറിയിക്കുന്നവരാകണമെന്ന് പരിശുദ്ധ അമ്മ ഈ പെരുന്നാളിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം നാം പറഞ്ഞു, ഈ സാക്ഷ്യപ്പെട്ടകത്തിൽ ഒന്നാമതായിട്ടുള്ളത് എന്തായിരുന്നു? മന്ന നിക്ഷേപിച്ച ചെപ്പായിരുന്നു. ആദ്യത്തെ സക്രാരി അല്ലെങ്കിൽ ആദ്യത്തെ മദ്ബഹയാണ് പരിശുദ്ധ അമ്മ. എന്തായിരുന്നു മന്ന നിക്ഷേപിച്ച ചെപ്പിന്റെ പ്രത്യേകത? മന്ന എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇസ്രായേൽ ജനത്തിന് വിശക്കാതിരിക്കാൻ, തൻ്റെ ജനം നശിച്ചു പോകാതിരിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് പിതാവാം ദൈവം അവരുടെ വിശപ്പിനെ അടക്കിയ അപ്പമായിരുന്നു മന്ന. എന്നാൽ സൺഡേ സ്കൂളിൽ പോലും നമ്മൾ പഠിക്കുന്നുണ്ട്, മന്നയ്ക്കൊരു പ്രത്യേകതയുണ്ട്. മന്ന നേരത്തോട് നേരം കഴിയുമ്പോൾ
മന്ന നശിച്ചു പോകും എന്നാണ് നമ്മൾ പഠിച്ചിരുന്നത്. എന്നാൽ പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 32 മുതലുള്ള വേദഭാഗത്തില് മോശ അഹറോനോട് പറയുകയാണ് ഈ മന്ന ഒരു ചെപ്പിനുള്ളിലാക്കണം, എന്നിട്ട് അത് സാക്ഷ്യ പെട്ടകത്തിനുള്ളിൽ വെക്കണം. എന്തുകൊണ്ടെന്നാൽ ഇത് നിങ്ങളുടെ തലമുറയുടെ മുൻപിൽ ഒരു അടയാളമായിരിക്കണം. മന്ന തലമുറയുടെ മുൻപിൽ ഒരു അടയാളമായിരിക്കണം. അതുകൊണ്ട് ഈ സാക്ഷ്യപെട്ടകത്തിനുള്ളിൽ മന്ന നിക്ഷേപിക്കുകയും ഈ മന്ന ഇട്ട ചെപ്പ് സാക്ഷ്യപെട്ടകത്തിനകത്തേക്ക് സൂക്ഷിക്കുകയും ചെയ്തു. 2, തളിർത്ത വടി. അഹറോന്റെ തളിർത്ത വടി മത്സരികൾക്കൊരു അടയാളമാണെന്നാണ് സംഖ്യാപുസ്തകം 17-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത്. സംഖ്യാപുസ്തകം 17-ാം അധ്യായത്തില് ഇസ്രായേൽ ജനം ആരാണ് വലിയത് എന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു തർക്കമുണ്ടായപ്പോൾ യഹോവയാം ദൈവം മോശയോട് അരുളി ചെയ്യുകയാണ്, 12 ഗോത്രത്തിൻ്റെയും വടി കൊണ്ടുവരിക, സാക്ഷ്യത്തിന്റെ മുൻപിൽ ചാരി വെക്കുക. അങ്ങനെ യഹോവയുടെ കൽപ്പന പ്രകാരം മോശ 12 ഗോത്രത്തിൻ്റെയും വടി കൊണ്ടുവന്നു, അവിടെ ചാരി വെക്കുകയും ചെയ്തു. എന്നാൽ പിറ്റേന്നാളായപ്പോൾ അഹറോന്റെ വടി, ലേവി ഗൃഹത്തിൽപ്പെട്ട അഹറോന്റെ വടി പൂക്കുകയും തളിർക്കുകയും ബദാം ഫലം കായ്ക്കുകയും ചെയ്തു എന്ന് 17-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. വീണ്ടും 17-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം പറയുകയാണ്, ഈ അഹറോന്റെ വടി മത്സരികൾക്ക് ഒരു അടയാളമായി സൂക്ഷിക്കേണ്ടതാകുന്നു എന്ന്. ഈ അഹറോന്റെ വടി മത്സരികൾക്ക് ഒരു അടയാളമാണ്. 1, മന്ന തലമുറകൾക്ക് ഒരു അടയാളമാണ്. 2, അഹറോന്റെ തളിർത്ത വടി മത്സരികൾക്കൊരു അടയാളമാണ്. 3-മതായിട്ട് സാക്ഷ്യപെട്ടകത്തിനകത്തുണ്ടായിരുന്നത് ദൈവത്തിന്റെ കൽപ്പനകൾ അടങ്ങിയ ഒരു കൽപ്പലക തന്നെയായിരുന്നു. മോശയും ഇസ്രായേൽ ജനവും ദൈവത്തിന്റെ സന്നിധിയിൽ കൂടി കടന്നു പോകുമ്പോൾ എൻ്റെ ജനം എന്തനുസരിക്കണം, എൻ്റെ ജനം ഓരോ രാജ്യത്തിനും ഓരോ രാജ്യത്തിൻ്റെതായ നിയമങ്ങളുണ്ട്, ഓരോ ദേശത്തിനും ആ ദേശത്തിൻ്റെതായ ചട്ടങ്ങളുണ്ട്. അതുപോലെ ആ ദൈവരാജ്യത്തിൻ്റെ ചട്ടങ്ങൾ, ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ പിതാവാം ദൈവം തൻ്റെ മക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരു കൽപ്പലകയിലാക്കി മോശയുടെ കയ്യിൽ കൊടുത്തു. ഇത് എന്നും തൻ്റെ ജനത്തിന് ചട്ടമാകണമെന്ന് പറഞ്ഞ് ഇവയും സാക്ഷ്യപെട്ടകത്തിൻ്റെ ഉള്ളിൽ സൂക്ഷിപ്പാനായിട്ട് മോശയുടെ കൈകളാൽ സാക്ഷ്യപെട്ടകത്തിലേക്ക് വെക്കുകയാണ്. എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഈ സാക്ഷ്യപെട്ടകമായി മാറുന്നത്? 1-മതായി മന്ന നിക്ഷേപിച്ച ചെപ്പ് തന്നെ. പരിശുദ്ധ കുർബാനയാകുവാൻ കർത്താവ് തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം. മന്ന ഭക്ഷിച്ചവർ നശിച്ചു പോയെങ്കിലും കർത്താവിൻ്റെ ശരീരങ്ങളെ ഭക്ഷിക്കുന്നവൻ ഒരു നാളും നശിച്ചു പോകുകയില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ആകയാൽ കർത്താവാകുന്ന ജീവന്റെ അപ്പത്തെ തൻ്റെ സ്വന്തം ഉദരത്തിൽ വഹിക്കയാൽ ഒരു ചെപ്പായി പരിശുദ്ധ അമ്മ സ്വയം മാറുകയാണ് ചെയ്തത്. 2, അഹറോന്റെ തളിർത്ത വടി. നാം വായിക്കുന്നുണ്ട്, നാം നിത്യ പുരോഹിത വർഗവും രാജകീയ വർഗവുമാണ്. നിത്യ പൗരോഹിത്യം നമുക്ക് നൽകുവാൻ തമ്പുരാൻ തന്നെത്താനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കായ്ച്ച ബദാം വൃക്ഷമായിരുന്നു പരിശുദ്ധ അമ്മ. അഹറോന്റെ അന്ന് എല്ലാ ഗോത്രത്തിലുള്ളവരുടെയും വടി ചാരി വെച്ചതുപോലെ എത്രയോ യെരുശലേമിലുള്ള ബേത്ലഹേമിലുള്ള രാജ്ഞിമാരെല്ലാം കാത്തിരുന്നു മശിഹായെ പ്രസവിപ്പാൻ. എന്നാൽ പരിശുദ്ധ അമ്മ എന്ന ആ ഒരു ചെറിയ ബാലിക മാത്രമാണ് ദൈവത്തിനു വേണ്ടി തളിർപ്പായി തീർന്നത്. ദൈവപുത്രനെ കായ്പാൻ തക്കവണ്ണം, ദൈവപുത്രനെ ഫലം കായ്പാൻ തക്കവണ്ണം അപ്രകാരമായി തീർന്നത് പരിശുദ്ധ അമ്മ മാത്രമായിരുന്നു. അങ്ങനെയാണ് പരിശുദ്ധ അമ്മ തളിർത്ത വടിയായി തീർന്നത്. 3-മതായിട്ട് നിയമങ്ങളടങ്ങിയ ഫലകം. ആദിമകാലത്ത് ഇസ്രായേൽ ജനം നിയമങ്ങൾ കൽപ്പനകൾ അനുസരിച്ചാണ് ജീവിച്ചതെങ്കിൽ കൽപ്പനകളെ അനുസരിക്കുവാൻ ഇസ്രായേൽ ജനം തയ്യാറാകാതെ ഇരുന്നപ്പോൾ കൽപ്പനയായവൻ തന്നെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ പഠിപ്പിച്ചു. വിശക്കുന്നവർക്ക് അപ്പം കൊടുക്കണമെന്നും ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കണമെന്നും ഒറ്റപ്പെട്ടവരെ സ്നേഹിക്കണമെന്നും ആരുമില്ലാത്തവരെ കരുതണമെന്നും കുഷ്ഠരോഗികളെയും അന്ധനെയും ഒക്കെ ചേർത്ത് പിടിച്ചവനായ പുതിയ ദൈവരാജ്യത്തിൻ്റെ കൽപ്പനയുമായി സ്വർഗത്തിലെ പുത്രനെ ഇറങ്ങി വന്ന ആ കൽപ്പനകളെ സൂക്ഷിച്ചവളായിരുന്നു പരിശുദ്ധ അമ്മയുടെ ഗർഭപാത്രം. അതുകൊണ്ട് പരിശുദ്ധ അമ്മ നിയമങ്ങൾ എഴുതിയ നിയമഫലകയായി മാറി. അങ്ങനെയെങ്കിൽ ശലോമോൻ മൂടിവെച്ച റുമാല്, വിശുദ്ധമായ അപ്പത്തിൻ്റെ മുകളിൽ വിശുദ്ധമായ വസ്തുവിൻ്റെ മുൻപിൽ മൂടപ്പെട്ട പരിശുദ്ധമായ റൂമാലാണ് പരിശുദ്ധ അമ്മ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ ഇതാണ് എന്ന് മക്കളെ പഠിപ്പിക്കണം. പരിശുദ്ധ അമ്മയുടെ അപേക്ഷകൾ
പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ ശുദ്ധതയുടെ ശുദ്ധ സ്ഥലത്ത് സകല പരിശുദ്ധന്മാർക്ക് ഉപരിയായി വസിക്കുന്ന പരിശുദ്ധ അമ്മ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർത്തു തരുമെന്നല്ല മക്കളെ പഠിപ്പിക്കേണ്ടത്. മറിച്ച് പരിശുദ്ധ അമ്മയെ പോലെ നാമും ഈ ലോകത്തിൽ സാക്ഷ്യമുള്ളവരാകണം, സാക്ഷ്യപ്പെട്ടകമായി തീരണം. കാരണം പരിശുദ്ധ അമ്മയിൽ അടങ്ങിയിരിക്കുന്ന ഇവയെല്ലാം നമ്മളിലും ഇന്ന് ദൈവം നൽകിയിരിക്കുക. ഒന്ന്, ജീവന്റെ അപ്പം, കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളെ ഭക്ഷിക്കുന്നതിനാൽ നാം ഓരോരുത്തരും ആ ചെപ്പായി മാറണം. പരിശുദ്ധ അമ്മയെ പോലെ ദൈവത്തെ വഹിക്കുന്ന ചെപ്പായി മാറണം. എൻ്റെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ദൈവിക സാന്നിധ്യമാകണം. എൻ്റെ സംസാരം മറ്റുള്ളവർക്ക് ദൈവ ശബ്ദമായി മാറണം. എൻ്റെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ദൈവിക സാന്നിധ്യമാകണം. മറ്റുള്ളവൻ്റെ മുറിവിനെ കെട്ടുവാൻ ജീവന്റെ അപ്പമാകുന്ന വിശുദ്ധമായ സ്വഭാവങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകുമ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ പെരുന്നാളിൽ അമ്മയെ പോലെ ജീവന്റെ അപ്പത്തെ വഹിക്കുന്നവൻ. 8 ദിവസവും പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരുണ്ട്. പക്ഷേ തിരികെ വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ യൂദയെ പോലെ ഇരുട്ടിൻ്റെ അനുഭവം. 9-ാം ദിവസമാകുമ്പോൾ വീണ്ടും ഇരുട്ടിൻ്റെ അനുഭവമല്ല, മന്ന നിക്ഷേപിച്ച ചെപ്പ് പോലെ എപ്പോഴും വിശുദ്ധനായവനെ വഹിക്കുന്ന ശരീരങ്ങളാകുന്ന നമ്മൾ നമ്മെ തന്നെ വിശുദ്ധരായി സൂക്ഷിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ പരിശുദ്ധ അമ്മയെ പോലെ സ്വയം സാക്ഷ്യപ്പെട്ടകമായി ഈ ഭൂമിയിലായിരിക്കാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു. എല്ലാവർക്കും പെരുന്നാളിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയും ചെയ്യുന്നു.